Right. So, last class, we were discussing about a digital manufacturing concept, features and development. So, now let's see DM കോൺസെപ്റ്റ് അല്ലേ. കോൺസെപ്റ്റിനെ പറ്റി സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്താണ് ഡി എം അല്ലേ, ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അത് ഇത്രയും ഈ ഒരു സ്റ്റേജിൽ അല്ലേ വന്നത്, റൈറ്റ്? അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. സോ നൗ ലെറ്റ് സീ ദ കോൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ മാനുഫാക്ചറിങ്. ഓക്കെ, എന്താണ് കോൺസെപ്റ്റ്, ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ക്ലിയർ കോൺസെപ്റ്റ് ഓഫ് ഡി എം ഇസ് ദാറ്റ് അല്ലേ, റിസൾട്ട് ഓഫ് merging process of digital technology, നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജി, മാനുഫാക്ചറിങ് ടെക്നോളജി, പിന്നെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള അല്ലേ ഡിജിറ്റൈസിങ് പ്രോസസ്സിൽ, മാനുഫാക്ചറിങ് എൻ്റർപ്രൈസിൻ്റെ ഡിജിറ്റൈസിങ് പ്രോസസ്സ്, മാനുഫാക്ചറിങ് സിസ്റ്റംസ്, പ്രൊഡക്ഷൻ സിസ്റ്റംസ്, ഇതിൻ്റെയൊക്കെ ഇങ്ങനെ പല പ്രോസസ്സിൻ്റെയും മേജിങ് അല്ലേ, റിസൾട്ട് ഓഫ് മേജിങ് ദീസ് പ്രോസസ്സ്, അതാണ് കോൺസെപ്റ്റ് ഓഫ് ഡി എം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നത്. സോ ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് അറിയണം, ഇതിലൊക്കെ എഴുതണം, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നറിയണം. ഓക്കെ, സോ നമ്മൾ ഇന്നലെ പറഞ്ഞ അതായത് കൺട്രോൾ വേരിയബിൾസ് ആണ് ഡിജിറ്റൽ സിഗ്നലായിട്ട് ഒരു മാനുഫാക്ചറിങ് ഡിവൈസിൽ വരുന്നത്. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസിൽ ഓൾ സോർട്ട് ഓഫ് ഇൻഫർമേഷൻസ് അല്ലെ, ഗ്രാഫിക്സ്, ഡാറ്റ, നോളജ്, ടെക്നിക്ക് എല്ലാം ഇൻ ഡീറ്റെയിൽ ഫോമിലാണ് ഉണ്ടാവുക. സോ ഇറ്റ് ഇസ് ട്രാൻസ്മിറ്റിംഗ് ഇൻ ഇന്റേണൽ enterprises through these digital networks, right? അതുപോലെ ഈ ഡി എം എന്ന് പറയുന്ന എൻവയോൺമെന്റിൽ ഇൻഡിവിജ്വൽസ്, എന്റർപ്രൈസസ്, ഷോപ്പ് ഫ്ലോർസ്, ഡിവൈസസ്, സെയിൽസ് ഏജന്റ്, മാർക്കറ്റ് അല്ലെ, എല്ലാ ആൾക്കാരും എന്താണ്, ഒരു നോഡ്സ് ആണ്. ഓക്കെ, വിച്ച് ബിക്കംസ് എ നോഡ്സ്, ഓക്കെ, ഇൻ ദ ഫോം ഓഫ് നോഡ്സ്. ഒരു ടോട്ടൽ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ they are the nodes over the internet എന്നാണ് പറയുക. ഓക്കെ, നെറ്റ്വർക്ക് ഓവർ ദ ഇന്റർനെറ്റ്. സോ കോൺസെപ്റ്റിൽ നമുക്ക് 4 ഐഡിയാസ്, ഓക്കെ, ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഐഡിയ 4 ടൈപ്പ് ഉണ്ട്. അതായത് ടേക്കിംഗ് കൺട്രോൾ ഫോർ സെൻറ്റേർഡ് ഉണ്ട്, ഡിസൈൻ സെൻറ്റേർഡ് ഉണ്ട്, മാനേജ്മെന്റ് സെൻറ്റേർഡ് ഉണ്ട്, മാനുഫാക്ചറിങ് സെൻറ്റേർഡ് ഉണ്ട്. ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് കൺട്രോൾ സെൻറ്റേർഡ്. ഓക്കെ, കൺട്രോൾ സെൻറ്റേർഡ് ടീം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യം, ദ കോൺസെപ്റ്റ് ഓഫ് ഡി എം അല്ലേ, ഫസ്റ്റ് ജനറേറ്റ് ചെയ്ത് എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്, കോൺസെപ്റ്റ് ഓഫ് ഡി എം വാസ് ഫസ്റ്റ് ജനറേറ്റഡ് ഫ്രം എന്തിലായിരുന്നു നമ്മൾ പറഞ്ഞ ന്യൂമറിക്കൽ കൺട്രോൾ അല്ലേ. നിങ്ങൾ ഒരു പ്രാവശ്യം എക്സാമ്പിളും പറയുന്നുണ്ടായിരുന്നു അല്ലേ, CNC ആണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്നതാണ്. ഓക്കെ, റൈറ്റ്. അപ്പം CNC എന്ന് പറയുന്നത് അത് NCയിൽ നിന്നാണ് കോൺസെപ്റ്റ് ഓഫ് ഡി എമ്മിന്റെ തുടക്കം ശരിക്കും അല്ലേ. NC മെഷീൻ ടൂൾസ് അല്ലെ, NC ടെക്നോളജി, ന്യൂമറിക്കൽ കൺട്രോൾ ടെക്നോളജി. സോ വാട്ട് ഈസ് ദിസ് ന്യൂമറിക്കൽ കൺട്രോൾ ടെക്നോളജി? ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ബേസിസ് ഫോർ ദിസ് ഡി എം. ഓക്കെ, സോ NC ടെക്നോളജി എന്ന് പറയുന്നത് എന്താ, അത് ഇറ്റ് ഗിവ്സ് ഡയറക്ഷൻസ് അല്ലേ, അതായത് നമ്പേഴ്സിൽ, ക്യാരക്ടേഴ്സിൽ കൺട്രോൾ മെഷീൻസിന് ആ ഒരു മെഷീനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനിലോട്ട് കൺട്രോൾ ചെയ്യുന്ന, നമ്മൾ നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന അല്ലേ. അതൊരു പൊസിഷനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ മെക്കാനിക്കൽ പാരാമീറ്റേഴ്സ് മാത്രമല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുക, ക്യാൻ കൺട്രോൾ പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് അതർ പാരാമീറ്റേഴ്സ് ആസ് വെൽ. ഓക്കെ, സോ ഈ പാരാമീറ്റേഴ്സ് അല്ലേ എപ്പോഴും മെഷറബിൾ ആണ്. ഓക്കെ, കൺട്രോളബിൾ ആൻഡ് മെഷറബിൾ ആണ്. സോ അങ്ങനെ ഒരു NC ടെക്നോളജി വെച്ച് അല്ലെങ്കിൽ NC ഉപയോഗിച്ചുകൊണ്ട് ഓക്കെ വി ക്യാൻ യൂസ് ദീസ് ന്യൂമറിക്കൽ കമാൻഡ്സ് ടു അച്ചീവ് ഓട്ടോമാറ്റിക് പ്രോസസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഡിവൈസ് ന്യൂമറിക് കമാൻഡ്സ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ പ്രോസസ് അല്ലെ ഓട്ടോമാറ്റിക് പ്രോസസ് ആണെങ്കിൽ ആ ഒരു ഓട്ടോമാറ്റിക്
എക്യുപ്മെന്റ്, ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ NC എക്യുപ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ DMൽ നിന്ന് വളരെ ദൂരെയാണ്. ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് NC എന്ന് പറയുന്നത്. ബട്ട് ആസ് ഐ ടോൾഡ് യു, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബേസിസ് ഫോർ ദിസ് DM. ഓക്കെ, റൈറ്റ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കഥയാണ് അല്ലേ, അതായത് ഒരു ന്യൂമറിക്കൽ കൺട്രോൾ ടെക്നോളജി അല്ലെ, മൾട്ടിപ്പിൾ മെഷീൻസ് വന്നു, അതിൽ നിന്നും അതായത് ഒരു പർട്ടിക്കുലർ മാനറിൽ നമുക്ക് കമ്പ്യൂട്ടറൽ കൺട്രോൾസ് വെച്ചിട്ട് ഡിവൈസ്, അതായത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ഡിവൈസസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നു. സോ ദിസ് ഈസ് കോൾഡ് ഡയറക്ട് ഡിജിറ്റൽ കൺട്രോൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താ പറയുക, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നു. ഓക്കെ, ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദിസ് കൺട്രോൾ സെന്റേർഡ് DM എന്ന് പറയുന്നത്? കൺട്രോൾ സെന്റേർഡ് DM എന്ന് പറയുന്ന ഐഡിയ, അതായത് DM ഐഡിയ ദാറ്റ് ടേക്സ് കൺട്രോൾ ഫോർ സെന്റർ അല്ലെ, കൺട്രോൾ ഒരു സെന്ററാക്കി വെക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് കൺട്രോൾ ഡിവൈസസ്, സോ ഡിജിറ്റൽ കൺട്രോൾ അല്ലെ, ഇനി ഫസ്റ്റ് ലൈൻ നോക്കാം. ഡിജിറ്റൽ കൺട്രോൾ ക്യാൻ മേക്ക് മാനുഫാക്ചറിങ് പ്രോസസ് ഓട്ടോമാറ്റിക്, detect and control parameters of the manufacturing process, notify faults, and even propose decision making and suggestions of maintenance. അല്ലെ, ഒരു ഡിജിറ്റൽ കൺട്രോളിന് അല്ലെ, ഒരു ഡിജിറ്റൽ കൺട്രോളിന് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓട്ടോമാറ്റിക് ആകാം, ഡിറ്റക്ട് ചെയ്യാം, കൺട്രോൾ പാരാമീറ്റേഴ്സ് ഉണ്ട്, അതൊരു മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഡിറ്റക്ട് ചെയ്ത് കൺട്രോൾ പാരാമീറ്റേഴ്സ് കൺട്രോൾ ചെയ്യാം അല്ലെ, എന്തെങ്കിലും ഫോൾസ് ഉണ്ടെങ്കിൽ നോട്ടിഫൈ ചെയ്യാം, അങ്ങനെ പലതും ഒരു ഡിജിറ്റൽ കൺട്രോളും ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്? നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് ലാൻ അല്ലെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ എന്ന് കേട്ടിട്ടില്ല? ലാൻ കേൾക്കാത്തതായിട്ട് ആരുമില്ലല്ലോ. ലാൻ ഇല്ല. നമ്മൾ പിന്നെ ലാനൊക്കെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെ? ഒന്നുമില്ലെങ്കിൽ സുഖസുന്ദരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻ കണക്ഷൻ വെച്ചിട്ട് FIFA ഒക്കെ കളിച്ചിട്ടുണ്ടാവും, റൈറ്റ്? ഷുവർലി. നമുക്ക് ഒരു സ്റ്റേജിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ലാൻ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് എന്താണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇപ്പോൾ ഈ ഗെയിമിങ്ങിന്റെ സമയത്താണ്, സീരിയസ്ലി. ഓക്കെ, സോ എങ്ങനെ, എന്താണ് ലാൻ അല്ലെ? സോ ദിസ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ദീസ് networks and computer technologies, a LAN constituted by networking more than one NC machine tool could make the production process of number of works of automatic. അതാണ് നമ്മുടെ ലാൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് നെറ്റ്വർക്ക് ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജീസിന്റെ ഡെവലപ്മെന്റ് വെച്ചുകൊണ്ട് അല്ലെ, ഒരു ലാൻ എന്ന് പറയുന്ന സംഭവം അതെന്താ പറയുന്നത്, ഒരു നെറ്റ്വർക്ക് അല്ലെ, നെറ്റ്വർക്കിംഗ് മോർ ദാൻ വൺ NC മെഷീൻ ടൂളിനെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ പ്രോസസ് അല്ലെ, നമ്പർ ഓഫ് വർക്ക്ഷോപ്സ് ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്, റൈറ്റ്? സോ അങ്ങനെ കൺട്രോൾസ്, ഈ പറയുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ എത്തുന്നത് കൺട്രോളിലാണ് അല്ലെ. സോ ദ കൺട്രോളർ അല്ലെ, ഓർ കൺട്രോൾ സിസ്റ്റം അല്ലെ, ഇൻ ഈച്ച് പീസ് ഓഫ് എക്യുപ്മെന്റ് ഇറ്റ് വിൽ ബിക്കം എ നോഡ് ഇൻ ദ ഇന്റർനെറ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അല്ലെ, ഞാൻ നേരത്തെ പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല, റൈറ്റ്? അതായത് ഒരു മാനുഫാക്ചറിങ് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ വേരിയബിൾസ് ആർ ദീസ് ഡിജിറ്റൽ സിഗ്നൽസ് അല്ലെ. അപ്പം ഞാൻ ലാസ്റ്റ് പറയുകയും ചെയ്തു, കുറേ കാര്യങ്ങളുണ്ട്. അതായത് DM എൻവയോൺമെന്റിൽ ഇൻഡിവിജ്വൽസ് ഉണ്ട്, എന്റർപ്രൈസസ് ഉണ്ട്, ഡിവൈസസ് ഉണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഏജൻസ് ഉണ്ട്, റൈറ്റ്? ഇതൊക്കെ ഒരു ഇന്റർനെറ്റിന്റെ ഒരു നോഡായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ദിസ് കൺട്രോളർ ഓർ കൺട്രോൾ സിസ്റ്റം in each piece of this equipment will become a node in the internet. Okay, so which leads to manufacturing process developing in the direction of automation with a larger scale and a higher level. Okay, അതായത് കൺട്രോൾ സെന്റേർഡ് ആയിട്ട് നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യുന്നു, കൺട്രോൾ സെന്റേർഡ് ആയിട്ട് ഡിജിറ്റൽ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ ഐഡിയ പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയനെയാണ് നമ്മൾ ഇറ്റ് ഈസ് സോ കോൾഡ് ആസ് DM ഐഡിയ that takes control for center. അതായത് DM centered അല്ലെ, കൺട്രോൾ സെന്റേർഡ് DM എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, hope you all understand what is control centered DM.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിനെ 4 രീതിയിൽ, 4 ഐഡിയയിൽ കാണാൻ പറ്റും. ഒന്ന്, നമ്മൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ, റൈറ്റ്? എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന വെരി വാസ്റ്റ് ഏരിയയിൽ ഹൗ വി ആർ ഡെവലപ്പിംഗ്, റൈറ്റ്? ഇഫ് വി ആർ ഡെവലപ്പിംഗ് ഇൻ കൺട്രോൾ, നമ്മൾ സെൻറ്റർ കൺട്രോളായിട്ട്, കൺട്രോളിൻ്റെ ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ കൺട്രോൾ ആണ് നമ്മുടെ സെൻറ്റർ എങ്കിൽ, ദാറ്റ് ഐഡിയ ഈസ് നോൺ ആസ്, ഓക്കെ? ആ ഒരു പർട്ടിക്കുലർ, അതിനെയാണ് നമ്മൾ ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞത്, ഇത്രയും പോയിന്റ്സ് പറഞ്ഞത്, ഓക്കെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ടൈം കേൾക്കുന്നത് കൊണ്ട് ഡൗട്ട്സ് ഉണ്ടാവാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നതാണ്, ഇതിന് മുന്നേ കേട്ടിട്ടില്ല, എന്താണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് അറിയില്ല. സോ ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, അല്ലേ? കൺട്രോൾ സെൻറ്റേർഡ് ഡി എം മനസ്സിലാവാത്തതുണ്ടോ? കൺട്രോൾ സെൻറ്റേർഡ് ഡി എം അല്ലെങ്കിൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ഐഡിയാസ് ആണ്. അതായത് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു കോർ, ഓക്കെ? ഒരു കോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, കോർ അല്ലേ? എന്താണ് ഒരു കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോർ, എർത്ത് കോർക്ക് യെസ്, അതാണ്. അപ്പം കോർ, അപ്പോൾ ഡി എം നമ്മളൊരു കോറായിട്ട് വെക്കുകയാണെങ്കിൽ, അല്ലേ, അതൊരു ദിസ് വിൽ റിഫ്ലക്ട്, ഓക്കെ? സോ ഡിഫറെൻറ്റ് ഡി എം ഐഡിയാസ് ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു ഐഡിയ ആണ് ഈ കൺട്രോൾ സെൻറ്റേർഡ് ഡി എം എന്ന് പറയുന്നത്, ഓക്കെ? അതായത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ ലെയേഴ്സിൽ നമുക്ക് വരുന്നത്, ഓക്കെ? ഡിഫറെൻറ്റ് ഡി എം ഐഡിയാസ് വിത്ത് ഡി എം ആണ് കോർ, ആൻഡ് എഫക്ട്സ് ഓൺ ഡി എം ഓൺ ഡിഫറെൻറ്റ് ഏരിയാസ്, ഓക്കെ, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. സോ ഇതാണ് ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഐഡിയ എന്ന് പറയുന്നത്, കൺട്രോൾ സെൻറ്റേർഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഐഡിയ, ഓക്കെ? ഓക്കെ സർ, ഓക്കെ. Right. The next one, design centered DM. Okay, design centered. ഡിസൈൻ സെൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ഓഫ് ദിസ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് മെക്കാനിക്കൽ ഡിസൈൻ ടെക്നോളജീസ്, ഓക്കെ? കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെയും മെക്കാനിക്കൽ ഡിസൈൻ ടെക്നോളജീസിൻ്റെയും ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, CAD എന്ന് പറയുന്നത്, അല്ലേ? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്ന ഡെവലപ്ഡ്, അല്ലേ? അങ്ങനെ നമ്മൾ എൻജിനീയറിംഗ് അനാലിസിസ് ആൻഡ് കാൽക്കുലേഷൻസിൽ വരുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ്, അതൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്, അല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ CAD സിസ്റ്റം, അല്ലേ? ഒരു CAD സിസ്റ്റം എന്ന് പറയുന്നതിൽ it can describe an object accurately in 2-dimension, 3-dimension space and improve the ability to describe products and productivity in the production process, right? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മാനുഫാക്ചറിങ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, സോ വി വിൽ ഡിസൈൻ ഇറ്റ്, റൈറ്റ്? സോ ആ ഡിസൈൻ സെൻറ്റേർഡ് ആയിട്ട് പോകുന്നു, റൈറ്റ്? ഈ കാര്യം, അതായത് ഡെവലപ്മെൻറ്റ്, കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുന്ന തൊട്ട് ഇങ്ങോട്ടേക്ക്, അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, മെക്കാനിക്കൽ ഡിസൈൻ ടെക്നോളജീസ്, CAD, അത് കഴിഞ്ഞിട്ട് എന്തോ ആയിക്കോട്ടെ, അല്ലേ? ഡാറ്റാ ബേസ് ആണ് നമ്മുടെ കോർ, ഓക്കെ? റൈറ്റ്? അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട്, അതായത് ആ ഒരു വേ ഓഫ് ഐഡിയ, അതിനെയാണ് നമ്മൾ ഡിസൈൻ സെൻറ്റേർഡ് DM എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഇപ്പോൾ ഒരു CAD സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡിസ്ക്രൈബ് an object accurately, അല്ലേ, in 2-dimension and 3-dimension space. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ഒബ്ജക്റ്റ്, നമുക്കിപ്പം നിങ്ങൾ ഇപ്പോൾ CAD പഠിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ ഓൾറെഡി CADൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതല്ലേ? CAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രോയിങ്, അല്ലേ, അതിന് ഒരു പർട്ടിക്കുലർ വർക്ക് പീസോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു മോഡൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിൻ്റെ മോഡൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അല്ലേ? ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ദ ടോട്ടൽ തിങ്, ഓക്കെ? അപ്പം അങ്ങനെ കമ്പ്യൂട്ടർ
കമ്പ്യൂട്ടർ ഈ എയ്ഡഡ് ഡിസൈനിലൂടെ അല്ലെ, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ നമുക്ക് വൃത്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്? സോ ഇറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഓക്കെ, അങ്ങനെ അതായത് കമ്പ്യൂട്ടറിലുള്ള സമയം തൊട്ട് ഇങ്ങോട്ടേക്ക് ഓരോ ഡെവലപ്മെന്റ് വരുന്നതനുസരിച്ച് നമ്മൾ CAD-ന്റെ രീതിയിൽ ചിന്തിക്കണം. റൈറ്റ്? സോ അപ്പം ആദ്യം ശരിക്കും എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഹാവ് പ്രൊവൈഡഡ് എ പ്ലാറ്റ്ഫോം ടു എനേബിൾ CAD ടെക്നോളജി ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് ടു ബി ഏബിൾ ടു ഡിസൈൻ ഓൺലൈൻ. അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതിൽ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം അല്ലേ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതായത് നമുക്ക് CAD ടെക്നോളജി ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഡിസൈൻ എന്നുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇൻ റീസെന്റ് ഇയേഴ്സ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഹാവ് പ്രൊവൈഡഡ്, ഓക്കെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് പ്രൊവൈഡഡ് എ പ്ലാറ്റ്ഫോം അല്ലെ, ഒരു CAD ടെക്നോളജി ടു കോഓർഡിനേറ്റ് ആൻഡ് കോഓപ്പറേറ്റ് ടു ബി ഏബിൾ ടു ഓൺലൈൻ ഡിസൈൻ എന്നുള്ള രീതി. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ അല്ലെ, പ്രൊഡക്റ്റ് ഡിസൈൻ ഇൻഫർമേഷൻസിൽ ഒരു CAD-ലുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ ഇൻഫർമേഷൻ ദിസ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇൻഫർമേഷൻസ് അബൌട്ട് എ പ്രൊഡക്ട്സ് മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസ്സിംഗ് റൂൾസ് അല്ലെ. ഈ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ടോട്ടൽ പ്രൊസീജിയേഴ്സ്, അതായത് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആൻഡ് വർക്ക് സ്റ്റേജസ് വിൽ ബി ദെയർ. അപ്പം അങ്ങനെ കമ്പ്യൂട്ടറിന്റെ ഓരോ ഡിസൈൻ ഫാക്ടേഴ്സ് ഇങ്ങനെ കയറി കയറി വരികയാണ് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് ഈ CAD ഒരു പുതിയൊരു ലെവലിലോട്ട് വരുന്നത്. CAD, CAPP എന്നൊക്കെ കേട്ടില്ലേ? CAD അല്ലെ, കേട്ടില്ലേ? സോ ഇതൊക്കെ ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാൻ, നിങ്ങൾക്ക് അറിയില്ലേ? CAPP, CAD, നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് എന്ന് കേട്ടിട്ടുണ്ടോ? Do you have any idea about computer aided process planning? CAD എന്നല്ല, ശരിക്കും ഇതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയായിരുന്നു അറിയോ? നമുക്കൊരു ഡിസൈൻ ഉണ്ട്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസൈൻ ചെയ്യണം, നമ്മൾ അതിനെ മാനുഫാക്ചർ ചെയ്യണം. റൈറ്റ്? ഇതിന്റെ രണ്ടിന്റെയും നടുവിലുള്ള ഒരു സംഭവമാണ് CAM, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഒരു ലിങ്കാണ് CAM എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഒരു സ്ഥലത്ത്, കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് മറ്റൊരു സ്ഥലത്ത്. റൈറ്റ്? സോ ഇതിന്റെ നടുവിലുള്ള ഒരു ലിങ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ CAPP എന്ന് പറയുന്നത്. അതായത് പ്രോസസ് പ്ലാൻ. നമുക്കൊരു ഡിസൈൻ ഉണ്ട്, നമ്മൾ പ്രോസസ്സ് പ്ലാൻ ചെയ്ത് മാനുഫാക്ചറിങ് ചെയ്യുന്നു. റൈറ്റ്? ആ രീതിയിൽ അതിനെയാണ് നമ്മൾ CAPP എന്ന് പറയുന്നത്. അപ്പോൾ സോ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസൈൻ സെന്റേർഡ് ആയിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് തൊട്ട് ഇങ്ങോട്ടേക്ക് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ കൊലാബറേഷൻസ്, CAD-ന്റെ വരവ്. നൗ CAD ഹാസ് ബീൻ ഡെവലപ്ഡ്. ഓക്കെ, കമ്പ്യൂട്ടർ എയ്ഡഡ് പ്രോസസ് പ്ലാനിങ്, ഒരു ലിങ്ക് അല്ലെ, CAPP ഈസ് ആക്ച്വലി എ ലിങ്ക് ബിറ്റ്വീൻ ദിസ് CAD ആൻഡ് CAM എന്നാണ് പറയാം. ഓക്കെ, അപ്പം ആ ഒരു ഡിഫറൻസ്, ഓക്കെ, അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക്, അതായത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്ങും കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനും തമ്മിൽ ഒരു 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 ലിങ്ക് ഉണ്ട്, ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസൈൻ ചെയ്തു, ദെൻ വിൽ പ്രോസസ് ഇറ്റ്, ദെൻ വിൽ മാനുഫാക്ചറിങ് ഇറ്റ്. സോ ഓൾ ഈസ് ബൈ യൂസിങ് എ സോഫ്റ്റ്വെയർസ് ഓർ കമ്പ്യൂട്ടർ കൺട്രോൾഡ് അല്ലെ, എല്ലാം ടു ഓട്ടോമേറ്റ് എ മാനുഫാക്ചറിങ് പ്രോസസ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ടോട്ടലി നമുക്ക് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യണം. സോ ഇറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് കമ്പ്യൂട്ടർ ടെക്നോളജീസ്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ടെക്നോളജീസ്, ഇൻഫർമേഷൻ ടെക്നോളജീസ് അല്ലെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വേണം.
അപ്പം ഇതൊക്കെ ഡെവലപ്പിംഗ് ആണ് അല്ലേ, ഡെവലപ്പിംഗ് ഫാസ്റ്റ് ആൻഡ് മൾട്ടിമീഡിയ വിഷ്വൽസ്, എൻവിയോൺമെന്റ് ടെക്നോളജി, പ്രൊഡക്റ്റ് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം, ഈ എഴുതിയ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ ഡീപ്പ് റിസർച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിസൈൻ ആണ് സെന്റർ. ഓക്കെ, ഇൻ ഫോം ഓഫ് എ ഡിജിറ്റൽ മാനുഫാക്ചറിങ് ഐഡിയ ദാറ്റ് സെന്റേഴ്സ് ഓൺ ഡിസൈൻ. ഓക്കെ, ഡിസൈൻ സെന്റേഡ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഐഡിയ ഓഫ് ഡിസൈൻ സെന്റേഡ് ഐഡിയ എന്ന് പറയുന്നത്. DM ആസ് എ ഡിസൈൻ സെന്റേഡ് ഐഡിയ. ഓക്കെ, ഡീറ്റെയിൽ മാനുഫാക്ചറിങ് ഐഡിയ ടേക്കിംഗ് ഡിസൈൻ ആസ് ഇറ്റ് സെന്റർ. ഓക്കെ, അപ്പം നമ്മൾ ഡിസൈനിൽ നിന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇപ്പൊ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ, കൺട്രോൾ സെന്റേർഡും ഡിസൈൻ സെന്റേർഡും. അപ്പോൾ DM-നെ ഡിസൈൻ സെന്ററിൽ നിന്ന് ആലോചിക്കുന്നു, DM-നെ കൺട്രോൾ സെന്ററിൽ നിന്ന് ആലോചിക്കുന്നു. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെന്റ് സെന്റേർഡ്. ഓക്കെ, മാനേജ്മെന്റ് സെന്റർ, അതായത് മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുമ്പോൾ എന്റർപ്രൈസസ്, മാനുഫാക്ചറിങ് എന്റർപ്രൈസസ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഓൾറെഡി, മാനുഫാക്ചറിങ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നൊക്കെ അല്ലേ. അപ്പം ഒരു എന്റർപ്രൈസ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്നോളജീസ് യൂസിങ് ഇൻ എ ബിസിനസ് മാനേജ്മെന്റ്. സോ അങ്ങനെ DM ഒരു മാനേജ്മെന്റ് സെന്റേർഡ് ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ബൈ യൂസിങ് വേരിയസ് ടെക്നോളജീസ്. ഓക്കെ ഓക്കെ, ആ ഒരു ഐഡിയ മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം മാനേജ്മെന്റ് സെന്റേർഡ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അത് ഇപ്പം അതൊരു ടെക്നോളജിയാണ്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു എന്റർപ്രൈസ് റിക്വയർമെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത് മറ്റൊരു ടെക്നോളജിയാണ്. ഓക്കെ, വിച്ച് ഗാദേഴ്സ് ഡാറ്റാസ് അല്ലെ, ഒരു മൾട്ടിപ്പിൾ ഓൺലൈൻ സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ അനലൈസ് ചെയ്ത ഇൻഫർമേഷൻസ്. ഓക്കെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് എന്നുള്ള രീതിയിൽ കാണുകയാണ്. അപ്പൊ ആ ഒരു ഐഡിയനെയാണ്, ഈ ഒരു മാനേജ്മെന്റിന്റെ ലെവലിൽ നമ്മൾ DM-നെ ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ DM ഐഡിയ ദാറ്റ് സെന്റേഴ്സ് ഓൺ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്? ഓക്കെ സർ. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഒരു ലൈൻ ഉണ്ടോ, ലാസ്റ്റ് പോയിന്റ്, DM ഐഡിയ ദാറ്റ് സെന്റേഴ്സ് ഓൺ മാനേജ്മെന്റ് ഈസ് ഫോംഡ് which makes ERP the center and integrates various technologies like MRP, PDM, MIS, ERP എല്ലാം. ഓക്കെ, അതായത് അതെന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് ഒരു ഡിജിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ, ഓക്കെ, 2 ഐഡിയ പറഞ്ഞു, മൂന്നാമത്തെ ഒരു ഐഡിയ അത് മാനേജ്മെന്റ് സെന്റേർഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ERP എന്ന് പറയുന്നത്, ഇത് ERP ആണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക ബേസ്. ഓക്കെ, സോ ERP. അപ്പം ERP എന്ന് പറയുന്നത് എന്റർപ്രൈസ് റിക്വയർമെന്റ് പ്ലാനിങ് എന്നാണ് അതിന് പറയാം. സോ ഇറ്റ് ഈസ് എ മോഡേൺ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം. ഓക്കെ, അതാണ് ഞാൻ മേലെ എഴുതിയിട്ടുള്ളത്. ERP is a modern management platform based on information technology. It's extensively applied because ERP has both information technology and advanced management thought. ഓക്കെ, അപ്പം എന്താണ് ERP എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ERP എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർലി പുതിയ അതായത് മോഡേൺ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പം നമുക്ക് മാനേജിങ് സൈഡ്, ഓക്കെ, അത് വേറെ പല ടെക്നോളജീസും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് MRP വെച്ചാൽ മാക്സിമം റീറ്റെയിൽമെന്റ് പ്രൈസ്, MRP, PDM, പ്രൊഡക്റ്റ് ഡാറ്റ മാനേജ്മെന്റ്, MIS, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അങ്ങനെ പല മാനേജ്മെന്റ് ടൂൾസ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ സഹായിക്കുന്ന രീതിയിൽ. ഓക്കെ, മാനേജ്മെന്റ് സെന്റേർഡ്. അപ്പോൾ നമ്മുടെ തോട്ടൊക്കെ ആ ഒരു രീതിയിലോട്ട് പോകും.
അതായത് ഒരു ടോട്ടൽ ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിനെ എന്റർപ്രൈസ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ആ ഒരു ഐഡിയ ചിന്തിക്കും. ഓക്കെ, സോ ഇൻ ഓർഡർ ടു സപ്പോർട്ട് ദ മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ മാനുഫാക്ചറിങ് എന്റർപ്രൈസസ് ടു റീകൺസ്ട്രക്ട് and integrate rapidly in accordance with market requirement. There is a product data management system covering the entire enterprise that involves the market demand for product research and development, product design, engineering, manufacturing, sales, service, maintenance, and other informations in the product life, and thus the product process integration centering on the product and supply chain is achieved. ഇത്രയും വലിയൊരു സെന്റൻസ് ആണ്, പക്ഷെ ഇതിൽ പറയുന്ന കാര്യം വളരെ സിമ്പിളാണ് അല്ലെ. ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് പ്രൊഡക്ഷൻ പ്രോസസ് മാനുഫാക്ചറിങ് എന്റർപ്രൈസസിൽ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെ, മാർക്കറ്റ് റിക്വയർമെന്റ് അല്ലെ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സോ ഇറ്റ് കവേഴ്സ് ഓൾമോസ്റ്റ് ദീസ് മച്ച് ഓഫ് തിങ്സ്. മാർക്കറ്റ് ഡിമാൻഡ്സ് ഫോർ ദ പ്രൊഡക്റ്റ്, റിസർച്ച് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് ഡിസൈൻ, എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിങ്, ഓക്കെ, എല്ലാ ഇൻഫർമേഷനും ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അല്ലേ. അപ്പോൾ ഇത് ഈ ഒരു ഫുൾ പ്രോസസ്സും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നവർ. അതായത് ഞാൻ ഇന്നലെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെ, ടോട്ടൽ സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്, ടോട്ടൽ സിസ്റ്റത്തിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അതൊരു കസ്റ്റമർ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നു അല്ലെ. അതൊക്കെ നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിൽ. എൻ്റെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് എന്താ ഞാൻ പറഞ്ഞു, റൈറ്റ്? സപ്ലൈ ചെയിൻ എന്താന്നൊക്കെ പറഞ്ഞതല്ലേ, എന്താണ് സപ്ലൈ ചെയിൻ അല്ലെ. അപ്പം ഇതൊക്കെ പറയേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞത്. ഓക്കെ, അതായത് എന്താണ് സപ്ലൈ ചെയിൻ. അപ്പം ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ DM ആസ് എ മാനേജ്മെന്റ് സെന്റേർഡ് എന്ന് ആലോചിക്കുന്നതാണെങ്കിൽ അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. അപ്പം നമ്മൾ കൺട്രോൾ സെന്റേർഡ് പഠിച്ചു, ഡിസൈൻ സെന്റേർഡ് പഠിച്ചു, അപ്പം അടുത്തത് മാനേജ്മെന്റ് സെന്റേർഡ്, നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് തിങ് മാനുഫാക്ചറിങ് സെന്റേർഡ്. സോ മാനേജ്മെന്റ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഫ്ലോ, പ്രൊഡക്റ്റിന്റെ രീതിയിലുള്ള ദിസ് ഡിമാൻഡ്സ് ഫോർ ദിസ് പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിസൈൻസ് അല്ലെ. അപ്പം അങ്ങനത്തെ ഈ ഒരു മാനേജിങ് സൈഡ്, എന്റർപ്രൈസ് സൈഡിലോട്ട് ചിന്തിക്കുന്നത് ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ട്. ഓക്കെ, സോ ഇൻഫർമേഷൻ ഫ്ലോ, വർക്ക് ഫ്ലോസ് എക്സെട്ര എക്സെട്ര എക്സെട്ര, ആ ഒരു ചിന്തയാണ്. അതായത് DM അങ്ങനെ ചിന്തിക്കുന്ന, ആ ഒരു മാനേജ്മെന്റ് ആയിട്ട് സെന്റേർഡ് ആയിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് സെന്റേർഡ് DM എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്? Yes, sir. Okay, so the next one, manufacturing centered DM. മാനുഫാക്ചറിങ് സെന്റേർഡ് അല്ലെ, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് പറയും, റൈറ്റ്? മാനുഫാക്ചറിങ് സെന്റർ. ഒരു കാര്യം ആലോചിക്കാം, മാനുഫാക്ചറിങ് ഇപ്പം വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താ അറിയോ? വെർച്വൽ റിയാലിറ്റി കേട്ടിട്ടുണ്ടോ? വെർച്വൽ റിയാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? വെർച്വൽ റിയാലിറ്റി കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് വെർച്വൽ റിയാലിറ്റി? വാട്ട് ഈസ് വെർച്വൽ റിയാലിറ്റി? എന്തായിരിക്കും? അതായത് നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരു എൻവയോൺമെന്റ് പെർട്ടിക്കുലർലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടു സിമുലേറ്റ് എൻവയോൺമെന്റ് അല്ല, ഒരു സിമുലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വെർച്വൽ റിയാലിറ്റി പറയുന്നത് പോലെ ഡിഫറെൻറ്റ് ഐഡിയാസ് ലൈക്ക് വെർച്വൽ മാനുഫാക്ചറിങ്, നെറ്റ്വർക്ക് മാനുഫാക്ചറിങ്, മാനുഫാക്ചറിങ്, ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് അല്ലെ. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലൈസ് ചെയ്യാൻ പറ്റും, റീഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, റൈറ്റ്? പ്രോസസ്സിങ് ഇൻഫർമേഷൻ അല്ലെ, കൺട്രോൾ, നമുക്ക് കൺട്രോൾ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ അല്ലെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ,
നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള ഒരു സിമുലേഷൻ അല്ലെ, സിമുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോഡക്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 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 യൂസറിന് കറക്റ്റായിട്ട് അവരെ റിക്വയർമെന്റ്സ് വളരെ ഈസി ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻ ദ ഹോൾ ലൈഫ് സൈക്കിൾ ഓഫ് പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ്, ഓക്കെ, ഈ പറയുന്ന പോലെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വെദർ മാനുഫാക്ചറിങ് എക്യുപ്മെന്റ് ഓർ മാനുഫാക്ചറിങ് പ്രോസസ് അല്ലെ, whether manufacturing shop or manufacturing enterprises, whether manufacturing information or manufacturing network, ഏതും ആയിക്കോട്ടെ അല്ലെ, വേരിയസ് ഇൻഫർമേഷൻസ് ഓൾ ട്രാൻസ്ഫേഴ്സ് ഇൻ മാനുഫാക്ചറിങ് പ്രോസസ് അല്ലെ, എന്തോ ആയിക്കോട്ടെ, ഇതിൻ this all things അല്ലെ is in the form of digital information through digital networks, right? എല്ലാം ഡിജിറ്റൽ ഇൻഫർമേഷൻ ആണ്. സോ ഇറ്റ് ഈസ് നെസസറി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഇന്റലിജൻസ് മോഡൽ അല്ലെ, in order to analyze, process, optimize and control the data and information in whole manufacturing process and manufacturing system. ഓക്കെ, അപ്പം അങ്ങനെ ഒരു വെൽ റിട്ടയർമെന്റ്, അതായത് ആ ഒരു വെൽ ആയിട്ടുള്ള ഒരു വ്യൂവിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആ ഒരു പറഞ്ഞ പോയിന്റ് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടി പറയണോ? ഇല്ല, പ്രശ്നമില്ല, മനസ്സിലായിട്ടുണ്ട്. അതായത് ഇപ്പം റാപ്പിഡ് ഒരു യൂസറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അല്ലെ, ഒരു പർട്ടിക്കുലർ യൂസറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാനുഫാക്ചറിങ്, വിർച്വൽ റിയാലിറ്റി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ patunnundu, അല്ലെങ്കിൽ ടോട്ടൽ കൺട്രോൾ അല്ലെ, കൺട്രോൾ ഇൻഫർമേഷനും റിസോഴ്സ് ഇൻഫർമേഷനും എടുക്കാൻ പറ്റുന്നുണ്ട്, റൈറ്റ്? ഒന്നുമില്ലെങ്കിൽ പ്രോട്ടോടൈപ്പിംഗ് അല്ലെ, ഒരു മാനുഫാക്ചറിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഫങ്ഷൻ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരു ഹോൾ സൈക്കിളിൽ അത് എന്തോ ആയിക്കോട്ടെ, എന്ത് രീതിയിലുള്ള മാനുഫാക്ചറിങ്ങോ ആയിക്കോട്ടെ, നമുക്ക് ഓൾ കംസ് ടു എന്താ, is in the form of a digital information. അതാണ് നമ്മുടെ മെയിൻ പോയിന്റ്, ഡിജിറ്റൽ ഇൻഫർമേഷൻ അല്ലെ. സോ ഡിജിറ്റൽ ഇൻഫർമേഷൻ ത്രൂ ഡിജിറ്റൽ നെറ്റ്വർക്ക്. സോ അതാണ് സംഭവിക്കുന്നത്. സോ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് നോക്കുകയാണെങ്കിൽ അല്ലെ, we need is that it is necessary to establish an intelligence model. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇന്റലിജൻസ് മോഡലിനെ അങ്ങനെ ഒരു രീതിയിൽ മാനുഫാക്ചറിങ് സെന്ററുകളായിട്ട് ചിന്തിക്കുന്നത്, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ ഇൻഫർമേഷൻ രീതിയിൽ ഒരു ചിന്തിക്കുന്നു, അതിനെയാണ് ആ ഒരു വൈഡ് ഐഡിയനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് സെന്റർ ഡി എം എന്ന് പറയുന്നത്. ഓക്കെ, സോ വി നീഡ് ടു, ഞാൻ ഈ താഴെ എഴുതിയൊരു പോയിന്റ് അല്ലെ, ടു റിയലൈസ് ഒപ്റ്റിമൈസേഷൻ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്, high performance of manufacturing equipment, high reliability of product quality, as well as a customer satisfaction, which forms a view of taking manufacturing as design center. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് we have to view as a manufacturing center, taking manufacturing as a സെന്റർ ഓഫ് ഡി എം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മാനുഫാക്ചറിങ് നമുക്ക് സെന്റർ ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ തിരിച്ചും ചിന്തിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് രീതിയിൽ ചിന്തിക്കാം. അത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഡിജിറ്റൽ മാനുഫാക്ചറിങ് നമ്മൾ ഡിസൈൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. കുറെ കൺട്രോൾ സിസ്റ്റത്തിന്റെ രീതിയിലാണ് അല്ലെ, ഡിജിറ്റൽ കൺട്രോളിംഗ് ആണ് ചെയ്യുന്നത്. സോ നമുക്ക് ഡിജിറ്റൽ മാനുഫാക്ചറിങ്ങിനെ കൺട്രോൾ സിസ്റ്റത്തിന്റെ രീതിയിൽ ചിന്തിക്കാം, റൈറ്റ്? പിന്നെ എല്ലാം ചെയ്യുന്നത് മാനേജ്മെന്റ് സൈഡിലാണ്. സോ വി ക്യാൻ തിങ്ക് ഡി എം ആസ് എ മാനേജ്മെന്റ് സൈഡ്. സോ ദർ ആർ 4 ഡിഫറെന്റ് ഐഡിയാസ് ആക്ച്വലി ഓഫ് ഡി എം. സോ ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ കാര്യം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ഫീച്ചേഴ്സും ഡെവലപ്മെന്റും പറയാം, റൈറ്റ്? So hope you all understand 4 different
ideas of digital manufacturing. Okay. Yes, sir.